ദൈവത്തെ അന്വേഷിച്ച് ദൈവിക വഴിയിൽ പോകുന്ന വ്യക്തികളെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ പലപ്പോഴും സമൂഹത്തിൽ ചിന്തിക്കുന്നത് വ്യത്യസ്ത തലങ്ങളിലായിരിക്കും. അവരുടെ ചിന്തകൾ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും. അതുപോലെ തന്നെ അവർ എപ്പോഴും ദൈവവുമായൊരു ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നവരായിരിക്കും. ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ദൈവ ഇഷ്ടം ചെയ്ത് മുന്നോട്ട് പോകുന്നവർ. എന്നാൽ ഇങ്ങനെ വരുമ്പോൾ സമൂഹത്തിലുള്ള പലരും അവരെ ഒറ്റപ്പെടുത്തുവാനും അവരെ എതിർക്കുവാനുമായിട്ട് മുന്നോട്ട് കടന്നു വരും എന്ന് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ദൈവമക്കളെ എതിർക്കുന്നത് പൈശാചികനാണ്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നു. അവിടെ അപ്പോസ്തലന്മാരുടെ കയ്യിൽ നിന്നും സൗഖ്യം ലഭിച്ച വ്യക്തികൾ അവർ ഒരുമിച്ച് ശലോമോന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടി എന്ന് അവിടെ പറയപ്പെടുന്നു. എന്നാൽ ശേഷിച്ച അല്ലെങ്കിൽ ചുറ്റും കണ്ടുനിന്ന ചില വ്യക്തികൾ ഇതിനെല്ലാം അവരുടെ കൂട്ടത്തിൽ ചേരാതെ മാറി നിന്നു എന്ന് അവിടെ പറയപ്പെടുന്നു. ആ വാക്യം ഇങ്ങനെയാണ്: അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും അവനോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുകഴ്ത്തി പോകുന്നു. അവിടെ ദൈവ മക്കളായിരിക്കുന്ന വ്യക്തികളോട് ചേരുവാനായിട്ട് സമൂഹം ഒന്ന് മടിക്കും എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പലപ്പോഴും ദൈവമക്കൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. തൻ്റെ ജോലി സ്ഥലത്തായാലും സ്കൂളിലായാലും കോളേജ് വിദ്യാഭ്യാസ തലങ്ങളിലായാൽ പോലും അവർ ഒറ്റയ്ക്കാണ്, സുഹൃത്തുക്കളില്ല എന്നൊക്കെയുള്ള സാഹചര്യങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അത് എന്തുകൊണ്ടെന്നാലും പലപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്നവരെ സമൂഹം പകയ്ക്കാറുണ്ട്. സമൂഹം പൂർണ്ണമായിട്ടും അവരെ നിന്ദിക്കുന്ന അനുഭവത്തിലേക്ക് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഭയപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ നിന്ദിച്ചാലും നമ്മെ വീണ്ടെടുക്കുന്ന, നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം, സർവശക്തനായ ദൈവം, അവൻ എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. നാം ദൈവ പ്രവൃത്തികൾ അറിഞ്ഞവരാണ്. ദൈവം ആര് എന്ന് രുചിച്ച് അറിഞ്ഞവരാണ്. അവർ ഭാഗ്യവാന്മാരാണ്. അവിടെ 34-ാം സങ്കീർത്തനം പഠിപ്പിക്കുകയാണ്: യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നാം അവനെ ശരണം പ്രാപിച്ചുകൊണ്ട് ഈ ലോകം എന്ത് പറയുന്നു എന്നതിൽ ഊന്നിയല്ല, നാം കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് പോകണം എന്ന് വചനം പഠിപ്പിക്കുകയാണ്. 1-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു പോകുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.